വളരെ ചിട്ടയായ സംഘാടന മികവിൻ്റെയും അതിൻ്റെ ക്രമീകരണങ്ങളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സംവിധാനങ്ങൾ ഒരുക്കലിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്നായ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കേരളയാത്ര ഇന്നലെ പരിസമാപ്തിയായി. മനുഷ്യർക്കൊപ്പം എന്ന ആ പ്രമേയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്നാണ്. മനുഷ്യരൊന്നായി നിന്നുകൊണ്ടല്ലാതെ ഒരു നാടിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിത്ത് മുളപ്പിക്കാനാവില്ലെന്നും ഒരു നാടിനും പുരോഗതി കൈവരിക്കാനാവില്ലെന്നും ചരിത്രങ്ങളും വർത്തമാനവുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. യാത്രയ്ക്കിടയിലെ പ്രസംഗങ്ങൾക്കിടയിൽ അതിനകത്തുള്ള ചില സംഘടനാപരമായ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്കകത്തുള്ള വിഷയങ്ങൾ ഉയർത്തി എന്നതിൻ്റെ വിയോജിപ്പൊഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും വേറിട്ടതായിരുന്നു ഈ യാത്ര എന്ന് പറയാതെ വയ്യ. ഈ യാത്രയിലുടനീളം ഓരോ സ്ഥലങ്ങളും അതിന് ക്രമീകരിച്ച ഏർപ്പാടുകളും അതിന് പ്രാദേശികമായി ഉണ്ടാക്കിയ സംഘാടനവും അതിന് മുൻപ് വരുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷേ സ്വാഭാവികമായി ഇലക്ഷൻ അടുത്ത വേളയാകുമ്പോൾ ഇനി കേരളത്തിൽ എന്ത് സംഭവിക്കുന്നതിനും ഒരു ഇലക്ഷൻ പശ്ചാത്തലമുണ്ടാവും. അത് ചായ കുടിക്കുന്നത് മുതൽ കല്യാണ വീടുകളിൽ, മരിപ്പ് വീടുകളിൽ എന്ന് വേണ്ട സർവത്ര വിഷയങ്ങളിലും തൊടുന്നതിലെല്ലാം ഇനി മലയാളിക്ക് ഈ അസംബ്ലി ഇലക്ഷൻ കഴിയുന്നത് വരെ രാഷ്ട്രീയമുണ്ടാവും. അതുകൊണ്ട് തന്നെ സമാപന വേദിയിലും രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറി. തൊട്ടും തൊടാതെയും കാര്യം ഭംഗിയായി പലതും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ എന്ന് പറയുന്നുണ്ട്. ആ ചിലതിലൊക്കെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്താണ് എന്നെല്ലാവർക്കും അറിയാം. ചിലർ എന്ന് പറഞ്ഞതിലും അദ്ദേഹം ഉന്നം വെച്ചത് കൃത്യമായ രാഷ്ട്രീയമാണെന്നുള്ളതും ആർക്കും മനസ്സിലാവും. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ കുറവ് വരുന്നില്ലേ? അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ? അവിടെയും മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. അധികാര പിന്തുണയിൽ നടന്ന അക്രമങ്ങളില്ലേ എന്നതിലൂടെ ആ പഴയ മാറാടിൻ്റെ കഥ, അന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗുമായിരുന്നു ഭരിച്ചിരുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ? വർഗീയതയുടെ പേരിലല്ല, സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ. അവിടെയും ചില പ്രത്യേക വിഭാഗങ്ങൾ അധികാരത്തിൻ്റെ പിൻബലത്തിലാണ് ആക്രമിക്കപ്പെട്ടത്. അവിടെ അദ്ദേഹം അതിനെ വർഗീയതയിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും അതിലും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ്. അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ? താനൂരിലുണ്ടായിട്ടില്ലേ? പാണ്ടിക്കാട് ആമക്കാരുണ്ടായിട്ടില്ലേ? മഞ്ചേരി എളങ്കൂറുണ്ടായിട്ടില്ലേ? കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നല്ലോ മണ്ണാർക്കാട് സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിലെ 2 പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം. എത്ര 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 സംഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ. പക്ഷേ അദ്ദേഹം റിയാസ് മൗലവിയെ പറഞ്ഞില്ല. അതുപോലെയുള്ള പറയാതെ വിട്ട പേരുകളുണ്ട്. പറഞ്ഞതിലധികവും അദ്ദേഹം പറഞ്ഞു വെച്ചത് കൃത്യമായ രാഷ്ട്രീയം തന്നെയായിരുന്നു. അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നടത്തുന്നവരെ നമ്മൾ പൊന്നാറയിട്ട് സ്വീകരിക്കും. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാറയിടുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കേൾക്കുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിൽ കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം.
കശാവ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കലാണ്, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി, സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ വൻമതിൽ, പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വൻമതിൽ. അങ്ങനെ വി ഡി സതീശൻ തീർത്ത് കത്തിച്ചു. സത്യം പറഞ്ഞാൽ ആ യോഗം വി ഡി സതീശൻ അങ്ങ് എടുത്തു എന്ന് പറയുന്നതാവും ശരി. സാമൂഹ്യ മാധ്യമങ്ങളിലെ റീലുകളായി പ്രവഹിക്കുന്നത് അധികവും അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. എ പി ഉസ്താദിൻ്റെ സംഘടനയുടെ ഒരു പ്രാമാണികമായ രാഷ്ട്രീയ ബന്ധം പലപ്പോഴും അറിയാവുന്നതാണ്. നമ്മൾ സാധാരണ NSSലൊക്കെ പറയുന്നത് പോലെ സമദൂരം എന്നൊക്കെ പറയുമ്പോഴുള്ളത് അതിൻ്റെ ഉള്ളിലെ ശരിദൂരം ഒക്കെ അറിയാവുന്നതാണ്. ഏതായാലും ഈ പറഞ്ഞ പ്രസംഗങ്ങൾക്കിടയിൽ തക്ബീർ മുഴങ്ങി അണികൾക്കിടയിൽ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ കാന്തപുരം ഉസ്താദിന് ഇതിന് മറുപടി എന്നോണം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നും രാഷ്ട്രീയം ഞങ്ങളുടെ ലക്ഷ്യമല്ലെന്നും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയും വന്നു. അങ്ങനെ ചുരുക്കത്തിൽ കാന്തപുരം അബൂബക്കർ ഉസ്താദിൻ്റെ സംഘടനയുടെ മികച്ച സംഘാടന മികവും അതിൻ്റെ ക്രമീകരണവുമൊക്കെ ഭംഗിയാക്കിയ മനുഷ്യർക്കൊപ്പം എന്ന ജാഥ അവസാനിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചില ചുവരെഴുത്തുകളുടെ സൂചന കൂടിയായി എന്നതാണ് സത്യം.